ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപിന്റെ തങ്കമണി എന്ന സിനിമയുടെ 3 ദിവസത്തെ കൃത്യമായി കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഒട്ടും മികച്ച തുടക്കമല്ല സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആദ്യ 3 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് പ്രതീക്ഷിച്ചത് പോലെ 1,65 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 2 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തിങ്കളാഴ്ച രാത്രിയോടെ മാത്രമേ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരികയുള്ളൂ. ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് ആദ്യ വീക്കെൻഡിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാത്തിരിക്കൂ, ഇന്നത്തെ ഉൾപ്പെടെയുള്ള കണക്കുകൾ കേട്ടാം. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ഷെയ്ത്താൻ. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് എത്തിയ ഷെയ്ത്താൻ എന്ന സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് മികച്ച വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 34,39 ലക്ഷം രൂപയാണ് 2 ദിവസത്തെ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നെറ്റ് കളക്ഷൻ എങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ 48 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇന്നത്തെ കളക്ഷനോടെ 50 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്ന സിനിമ ഏകദേശം 60 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന തിയേറ്ററുകളിലെ വിജയം ഉറപ്പാക്കിയ ഏറ്റവും പുതിയ അജയ് ദേവ്ഗൺ സിനിമയാണ്. ഗാമി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ്. ടെക്നിക്കലി മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സിനിമയ്ക്ക് ആകെ മൊത്തത്തിൽ ആവറേജ് മുതൽ പോസിറ്റീവ് വരെയുള്ള അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 15 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. മികച്ച തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കും. 2 പ്രധാനപ്പെട്ട മലയാളം സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ നെസ്ലിന്റെ പ്രേമൽ വന്ന സിനിമ അങ്ങനെ കാത്തിരിപ്പിനോടുവില ഇന്നത്തോടെ 100 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കുകയാണല്ലോ. ഇന്നലെ 30-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും 50 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് 96 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനുമാണ് ഈ പ്രേമൽ വന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 100 കോടി കടക്കുമ്പോൾ നാം ഇനി ഉറ്റുനോക്കുന്നത് സിനിമയുടെ കൃത്യമായ തെലുഗു നാടുകളിലെ കളക്ഷൻ അറിയാനായിട്ടാണ്. അവസാനത്തെ റിപ്പോർട്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെതാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽ കളക്ഷൻ കഴിഞ്ഞ വീഡിയോയിലൂടെ അറിയിച്ചതാണ്. തമിഴ്നാട്ടിൽ നിന്നും 33 കോടി, കേരളത്തിൽ നിന്നും 49 കോടി 50 ലക്ഷം എന്നിങ്ങനെ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 146 കോടി 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ കൊണ്ട് മാത്രം സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ 150 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മോളിവുഡിലെ രണ്ടാമത്തെ 150 കോടി കളക്ഷൻ കിടക്കുന്ന സിനിമ കൂടിയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. പ്രേമലുവിനേക്കാൾ വലിയ വിജയം നേടിയെടുത്ത് ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ എന്നല്ല, മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറാനായിട്ട് മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ഒരുങ്ങുകയാണ്.